ആർഷോ, മെഡിക്കൽ പഠന കോഴ്സുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നടന്നിരുന്ന പരീക്ഷകൾ റദ്ദാക്കിയാണല്ലോ ഈ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒറ്റ പരീക്ഷ എന്നുള്ള സംവിധാനത്തിലേക്ക് വരുന്നത്. അതിനെതിരെ വിവിധ സംസ്ഥാന സർക്കാരുകളും വിദ്യാഭ്യാസ സംഘടനകളും ഒക്കെയും ആ ഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉന്നയിച്ചതാണ്. അതിൽ പ്രധാനം ഇതൊരു വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് മാറും എന്നുള്ളതായിരുന്നു ഒന്ന്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് രണ്ട്. നീറ്റ് പോലുള്ള സംവിധാനം വന്നതിന് ശേഷം അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിൽ കാണുകയും ചെയ്യുകയാണ്. ഈ വലിയ കോച്ചിങ് സെന്ററുകളിലേക്ക് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരം ആശങ്കകളൊക്കെ ആയി ആരംഭിച്ച നീറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നോക്കൂ ആർഷോ. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ മിഥുൻ വിശദീകരിക്കുന്ന അത്രയും ലാഘവത്തോടു കൂടി നമുക്ക് ഈ സംഭവ വികാസങ്ങളെ കാണാൻ സാധിക്കുമോ? ഈ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ മിഥുൻ ഈ വലിയ വിഷയത്തെ എത്രമാത്രം ലഘൂകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് എന്നുള്ളതാണ് അത് കേട്ട എനിക്കതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ളത്. ഇത് അതീവ ഗൗരവകരമായിട്ടുള്ള രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ചോദ്യപേപ്പർ കുംഭകോണങ്ങളിൽ ഒന്നാണെന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയും സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കകത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു അക്കാദമിക അന്തരീക്ഷം അവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. ഏറ്റവും മാന്യമായി പഠിച്ച് പരീക്ഷ എഴുതി അർഹമായ റിസൾട്ട് നേടി മുന്നോട്ട് പോകാൻ ഉള്ള ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന നിലയിലേക്കുള്ള സമീപനമാണ് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ അവരുടെ ഭാവി പ്രതിസന്ധിയിലായി, അവരുടെ ഭാവി എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയിൽ പൊതിഞ്ഞ് രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് പ്രഖ്യാപിച്ച് മുദ്രാവാക്യം മുഴക്കി നിൽക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ആ യാഥാർത്ഥ്യത്തെ എത്രത്തോളം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ നാടിനകത്ത്, ഈ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളുടെ മുൻപിൽ വിലപ്പോകില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനം മുതൽ ദുരൂഹമായിട്ടുള്ള പല വസ്തുതകളും നമ്മുടെ മുൻപിലുണ്ട്. നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരുന്നത് ജൂൺ മാസം 14-ാം തീയതിയാണ്. 10 ദിവസം മുൻപേ ഈ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ജൂൺ മാസം 4-ാം തീയതി രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ ആ പൊതുതെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്കായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ഘട്ടത്തിൽ ഒരാളും അറിയാതെ അല്ലെങ്കിൽ മറ്റൊരു ചർച്ചയും നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കള്ളന്മാർ ഒളിച്ചു കിടക്കുന്ന രീതിയിലാണ് 10 ദിവസം മുൻപ് നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ട് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ആ റിസൾട്ട് പ്രഖ്യാപനം തൊട്ട് ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള അപാകതകൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെടുന്ന നിലയുണ്ടായി. ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകൾ നേടിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന നിലയുണ്ടായി. അതിൻ്റെ തുടർച്ചയിലാണ് ആദ്യം ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിൻ്റെ തുടർച്ചയിൽ അംഗീകരിക്കേണ്ടുന്ന നിലയിലേക്ക് എത്തി. അതുതന്നെ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടവുമായി ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളെ സമീപിക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ അദ്ദേഹം ഉൾപ്പെടെ സൂചിപ്പിച്ച 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കോടതിയുടെ മുൻപിൽ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് NTA ചെന്നു. അതെങ്ങനെ മുൻപ് നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്ത നിലയ്ക്ക് ഇതിനു മുൻപ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്ത നിലയിലുള്ള ഗ്രേസ് മാർക്ക് 1563 വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവാർഡ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഈ ഘട്ടം വരെ നൽകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്തു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ 1563 വിദ്യാർത്ഥികളിലേക്ക് എത്തി തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം, ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ ഉൾപ്പെടെ രാജ്യത്ത് ഉയർത്തുന്ന നിലയുണ്ട്. അതിനൊന്നും മറുപടി പറയുന്നതിന് വേണ്ടിയോ നാമനക്കുന്നതിന് വേണ്ടിയോ തയ്യാറാകാതിരുന്ന ഭരണകൂടത്തെ കൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഇതുമായി ഒരു ഇൻട്രീം ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമവ്യവഹാരങ്ങൾക്കകത്ത് പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകണമെന്ന് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃപരീക്ഷയിലേക്ക് കടക്കുന്ന നിലയുണ്ടായി. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ഗവൺമെൻറ്റോ വിദ്യാഭ്യാസ മന്ത്രാലയമോ ഒരു വിരലനക്കുന്ന നിലയുണ്ടായിട്ടില്ല. അതിനോടൊപ്പമാണ്
അതിനോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നത്, വലിയ തട്ടിപ്പുണ്ടാകുന്നത്. എത്രയോ ഇടങ്ങളിൽ ബീഹാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ ചോദ്യപേപ്പറിന്റെ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അന്വേഷണം ഉത്തർപ്രദേശിലേക്ക് കടക്കുന്നുണ്ട്, ഹരിയാനയിലേക്ക് കടക്കുന്നുണ്ട്. ഇന്ന് വരുന്ന വാർത്തകൾ പ്രകാരം പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പണം കൊടുത്ത് ചോദ്യങ്ങൾ അറിയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ രാജ്യമാകെ പടർന്നു കിടക്കുന്ന വലിയ ക്രമക്കേട്, വലിയ ചോദ്യപേപ്പർ കുംഭകോണം ഈ രാജ്യത്ത് നടന്നിട്ട് ഈ ദിവസങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിച്ചിട്ടില്ല പോലും, ഇത് ചില വിദ്യാർത്ഥികളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പരീക്ഷ എഴുതിയ 24 ലക്ഷം വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നിലയിലേക്കാണ് നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ചെന്നുപെട്ടിട്ടുള്ളത്. അതിന് മറുപടി പറയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ആശങ്കയിലായ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയോ ഈ ഘട്ടം വരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദി ഭരണകൂടം ഈ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ നടുറോട്ടിൽ മഴയത്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, നേരത്തെ അവതാരക ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 4 പരീക്ഷയെ ക്യാൻസൽ ചെയ്യുന്നത്. നേരത്തെ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് 6 ദിവസം മുൻപേ പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ ലഭ്യമാവുക, വിവിധ ഡാർക്ക് വെബ്സൈറ്റുകളിൽ ചോദ്യപേപ്പർ ലഭ്യമാകുക, 3000 രൂപ 4000 രൂപ വിലയിടുക. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന് 30 ലക്ഷം 40 ലക്ഷം ആയിരുന്നെങ്കിൽ UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന് 3000 4000 രൂപ വിലയിടുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നു. ഒരിടപെടലും ഉണ്ടാകുന്നില്ല. പരീക്ഷ കഴിഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം ആ പരീക്ഷ റദ്ദാക്കിയതായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഇനി ഏറ്റവും ഗൗരവമുള്ളത് ഇന്ന് നടക്കേണ്ടിയിരുന്ന നീറ്റ് PG പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ആ പരീക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി തീരുമാനം ഉണ്ടാവുക. എത്ര ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെന്ററുകളിലെത്തി പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അത് വിദേശത്ത് നിന്ന് നീറ്റ് PG പരീക്ഷ എഴുതാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിൽ നമുക്കൊക്കെ വ്യക്തിപരമായി പരിചയമുള്ള നമ്മളോടൊക്കെ ഒപ്പമുള്ള എത്രയോ കുട്ടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ PG പരീക്ഷയ്ക്ക് സെന്ററുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് അവൻ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഘട്ടത്തിൽ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അവസാനം ജനറൽ ടിക്കറ്റ് എടുത്ത് എന്ത് വലിഞ്ഞ് ഇവിടുന്ന് മഹാരാഷ്ട്രയിലെത്തി. ഇന്ന് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ഇന്നലെ രാത്രി ഇവരുടെ സർക്കുലർ വരിക, നീറ്റ് PG പരീക്ഷ ഞങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തു. അവർ നടത്തിയ എഫേർട്ട് ഉണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമോ? ഈ വിദ്യാർത്ഥികളുടെ ഇത്രയും നാളത്തെ മാസങ്ങളോളം പരിശീലനം നടത്തി, മാസങ്ങളോളം ഉറക്കമൊഴിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരിക്കുക. അവർ നീതി തേടി രാജ്യത്തിന്റെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടുന്ന ഗതികേടിലെത്തി നിൽക്കുക. രാജ്യത്തെ നീതിപീഠങ്ങളല്ലാതെ ആരും തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് അലിവ് കാണിക്കുന്ന നിലയില്ല എന്ന സാഹചര്യം രാജ്യത്ത് ഉടലെടുത്തുകൊണ്ടിരിക്കുക. ആ ഘട്ടത്തിൽ ഇതിനെയാകെ ലഘൂകരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഉയർന്നു വന്ന വളരെ രസകരമായിട്ടുള്ള ചോദ്യം, ഇതിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമുണ്ടോന്ന്. ഈ രാജ്യത്തെ ഭരണകൂടം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യചിഹ്നമാക്കി നിർത്തിയ ഘട്ടത്തിൽ ചോദിക്കുക, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഞങ്ങൾക്ക് വലിയ വിമർശനം ഈ നാട്ടിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട്. ഈ ഗൗരവകരമായിട്ടുള്ള വിഷയം ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ചർച്ചയാക്കുന്നതിൽ നിന്നും അവർ പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്ന വലിയ വിമർശനം പ്രധാനപ്പെട്ട വിഷയമാണ് അത്. അർഷദ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഇന്നൊരു BJP നേതാവിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം കൈരളിക്ക് മാത്രമാണല്ലോ ഇത് ദിവസങ്ങളോളം ചർച്ചാ വിഷയമായി മാറുന്നത്, ഇന്നാട്ടിലെ വേറെ ഒരു മാധ്യമങ്ങൾക്കും ഇതൊരു വിഷയമേ അല്ലല്ലോ എന്നൊരു പുച്ഛ മനോഭാവം. അപ്പോൾ അത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അർഷദ് അതിൽ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇത്രയും ഗൗരവതരമായ വിഷയത്തിൽ